എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫളല റഫീഖ്. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസ് പേജ് നമ്പർ 393, ആയത്ത് നമ്പർ 60 മുതൽ 70 കൂടിയ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതുഹാ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് വല്ല വസ്തുവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗവും അതിൻ്റെ അലങ്കാരവും മാത്രമാകുന്നു. അള്ളാഹുവിലുള്ളത് കൂടുതൽ ഉത്തമവും നീണ്ടു നിൽക്കുന്നതും എത്രേ എന്നിരിക്കെ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അഫമൻ വഅദ്നാഹു വഅദൻ ഹസനൻ ഫഹുവ ലാഖീഹി കമൻ മത്തഅനാഹു മതഅൽ ഹയാത്തിദ് ദുനിയാ ثم هو يوم القيامة من المحضرين. അപ്പോൾ നാം ഏതൊരുവനും നല്ലൊരു വാഗ്ദാനം നൽകുകയും എന്നിട്ട് അവൻ അത് നിറവേറ്റിയതായി കണ്ടെത്തുകയും ചെയ്തുവോ അവൻ ഐഹിക ജീവിതത്തിൻ്റെ സുഖാനുഭവം നാം അനുഭവിപ്പിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തവനെ പോലെയാണോ? ويوم يناديهم فيقول أين شركائي الذين كنتم تزعمون. അവൻ അവരെ വിളിക്കുകയും എൻ്റെ പങ്കുകാർ എന്ന് നിങ്ങൾ ജൽപ്പിച്ചിരിക്കുന്നവർ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. قال الذين حق عليهم القول ربنا هؤلاء الذين أغويناهم كما غوينا تبرأنا إليك ما كانوا إيانا يعبدون. ശിക്ഷയെ പറ്റിയുള്ള വാക്ക് ആരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നുവോ അവർ അന്ന് ഇപ്രകാരം പറയുന്നതാണ്: ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. ഞങ്ങൾ വഴിപിഴച്ചതുപോലെ ഞങ്ങൾ അവരെയും വഴിപിഴപ്പിച്ചതാണ്. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെയല്ല അവർ ആരാധിച്ചിരുന്നത്. وقيل ادعوا شركاءكم فدعوهم فلم يستجيبوا لهم ورأوا العذاب لو أنهم كانوا يهتدون. നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് ബഹുദേവവാദികളോട് പറയപ്പെടും. അപ്പോൾ ഇവർ അവരെ വിളിക്കും. എന്നാൽ അവർ പങ്കാളികൾ ഇവർക്ക് ഉത്തരം നൽകുന്നതല്ല. ശിക്ഷ ഇവർ നേരിൽ കാണുകയും ചെയ്യും, ഇവർ സന്മാർഗം പ്രാപിച്ചിരുന്നെങ്കിൽ. ويوم يناديهم فيقول ماذا أجبتم المرسلين. അവൻ അള്ളാഹു അവരെ വിളിക്കുകയും ദേവദൂതന്മാർക്ക് എന്ത് ഉത്തരമാണ് നിങ്ങൾ നൽകിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. فعميت عليهم الأنباء يومئذ فهم لا يتساءلون. അന്നത്തെ ദിവസം വർത്തമാനങ്ങൾ അവർക്ക് അവ്യക്തമായി തീരുന്നതാണ്. അപ്പോൾ അവർ അന്യോന്യം ചോദിച്ചറിയുകയില്ല. فأما من تاب وآمن وعمل صالحا فعسى أن يكون من المفلحين.
എന്നാൽ ഖേദിച്ചു മടങ്ങുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവനാരോ അവൻ വിജയികളുടെ കൂട്ടത്തിലായേക്കാം. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അതീതനുമായിരിക്കുന്നു. وربك يعلم ما تكن صدورهم وما يعلنون. അവരുടെ മനസ്സുകൾ ഒളിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും നിന്റെ രക്ഷിതാവ് അറിയുന്നു. وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون. അവനത്രേ അല്ലാഹു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഈ ലോകത്തും പരലോകത്തും അവനാകുന്നു സ്തുതി. അവനാണ് വിധി കർത്തൃത്വം. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.